ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പ്രസ്താവിച്ചത് എൻ്റെ പിതാവിന് കർത്താവ് കൊടുത്ത രോഗസൗഖ്യത്തെക്കുറിച്ചാണ്. അന്ന് ഇടപെട്ട 2 വചനങ്ങൾ ഒരിക്കൽ കൂടെ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 22 വാക്യം. വിശ്വസിച്ചുകൊണ്ട് എന്ത് യാചിച്ചാലും നൽകിത്തരും. 2 വചനം മർക്കോസിൻ്റെ സുവിശേഷം 11 അധ്യായം 24 വാക്യം. യാചിച്ചത് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിപ്പീൻ, അപ്പോൾ അതുണ്ടാകും. ഈ വചനങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുത്തതിനാൽ മരണം ആണ് മുന്നിൽ എന്ന് 2 ഹോസ്പിറ്റലിൽ നിന്ന് വിധി എഴുതി തള്ളിക്കളഞ്ഞ് കോമ സ്റ്റേജിലായിരുന്ന എൻ്റെ പിതാവ് പൂർണ്ണ ആരോഗ്യവാനായി ജീവിതത്തിലേക്ക് മടങ്ങി വന്ന സാക്ഷ്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പ്രസ്താവിച്ചത്. പിതാവ് പൂർണ്ണ ആരോഗ്യവാനായി അടുത്ത 6 വർഷം കൂടെ ജീവിച്ചിരിക്കുവാൻ ഇടയായി. ഇങ്ങനെ ദൈവത്തെ രുചിച്ചറിഞ്ഞതിനാൽ, അനുഭവിച്ചറിഞ്ഞതിനാൽ ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുവാൻ എനിക്ക് മുഖാന്തരമായി. അങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ, എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകുവാനും നിരന്തരം ബൈബിൾ വായിക്കുവാനും നോയമ്പ് നോക്കുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ എൻ്റെ മൂത്ത സിസ്റ്റർ ഇൻ ലോ പെന്തക്കോസ്ത് വിശ്വാസത്തിലാണ്. സിസ്റ്റർ ഇൻ ലോയും ഒക്കെ ഞങ്ങളോട് എപ്പോഴും സ്നാനത്തെക്കുറിച്ച് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കൽ മാമോദിസ മുങ്ങിയതാണ്, ഞങ്ങൾക്കിനി സ്നാനത്തിന് ആവശ്യമില്ല, ദൈവത്തിൻ്റെ കൽപ്പനകളെ പൂർണ്ണമായി അനുസരിച്ച് ദൈവത്തോടു കൂടെ നടന്നാൽ മതി എന്നൊക്കെ അതിന് പറഞ്ഞ് തർക്കിച്ചിട്ടുണ്ട്. എന്നാൽ ആ സമയങ്ങളിൽ, ദൈവത്തോട് അടുത്തിരുന്ന സമയങ്ങളിൽ ചില സ്വപ്നങ്ങൾ കാണുവാനിടയായിട്ടുണ്ട്. അതിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു സ്വപ്നം എന്ന് പറഞ്ഞത് കർത്താവിൻ്റെ 2ാമത്തെ മടങ്ങിവരവാണ്. മധ്യാകാശത്ത് വിശുദ്ധ സഭ ചേർക്കുവാൻ കർത്താവ് കാഹളം മുഴക്കി വരുന്ന ആ സംഭവമാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. 1000 പോർ വിമാനങ്ങൾ ഒന്നിച്ചിരമ്പിയാലുള്ള ശബ്ദം പോലെ ഞാൻ ഒന്ന് കേട്ടു. അത് കണ്ട് എന്താണെന്ന് അറിയുവാനായി ഞാൻ പുറത്തിറങ്ങി ആകാശത്തിലേക്ക് നോക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ തേജസ്സോടെയുള്ള മുഖം കാണുവാനിടയായി. ഇത് കർത്താവാണല്ലോ എന്ന് ചിന്തിച്ച് സന്തോഷിച്ച് നിൽക്കുമ്പോൾ എൻ്റെ കാല് വെയിറ്റ് ഇല്ലാതെ നിലത്തുനിന്ന് പൊങ്ങിപ്പോകുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. കർത്താവിനോട് കൂടെ പോവുകയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വളരെ സന്തോഷിച്ചു. എന്നാൽ അത് ഒരു സ്വപ്നം മാത്രമായിരുന്നു അറിഞ്ഞപ്പോൾ വളരെ വിഷമവുമായി. എന്നാൽ അന്നു മുതൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഇനി കർത്താവ് വരുമ്പോൾ മധ്യാകാശത്ത് വിശ്വസഭ ചേർക്കുവാൻ വരുമ്പോൾ കർത്താവിനോട് കൂടെ എനിക്കിങ്ങനെ പറന്നുയരുവാൻ സാധിക്കണം. അതിന് ഇനി സ്നാനം ആവശ്യമാണെങ്കിൽ, കാരണം ഞാൻ എപ്പോഴും സ്നാനത്തിന് എതിർത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതിനി സ്നാനം ആവശ്യമാണെങ്കിൽ ദൈവമായിട്ട് അതിലേക്ക് എന്നെ വഴി നടത്തണം എന്നും പ്രാർത്ഥിച്ച് സമർപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാനായിരിക്കുന്ന പള്ളിയിൽ ഒരു 50 നോയമ്പ് നടക്കുന്ന സമയം എല്ലാ ആഴ്ചകളിലും ചർച്ചിൽ പോയിക്കൊണ്ടിരുന്നു. പെസഹ വ്യാഴാഴ്ച കുമ്പസാരിച്ചു. പിറ്റേ ദിവസം ദുഃഖവെള്ളിയാഴ്ച ചർച്ച അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം കുരിശിനെ കുമ്പിടുന്ന ഒരു ശുശ്രൂഷയുണ്ടല്ലോ, നമുക്ക് വേണ്ടി രക്തം ചിന്തി നമ്മെ രക്ഷിച്ച കർത്താവിനെ നമ്മൾ കുമ്പിടുന്നു എന്നും പറഞ്ഞൊരു കുരിശിനെ കുമ്പിടുന്ന ആ ഒരു ശുശ്രൂഷയിൽ ലൈനിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ചെവിയിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ പറയുന്നു, സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ ഉള്ള യാതൊന്നിൻ്റെയും ബിംബം ഉണ്ടാക്കുകയോ അതിനെ നമസ്കരിക്കുകയോ അരുത്. പുറപ്പാട് പുസ്തകം 20 അധ്യായം 4-5 വാക്യങ്ങളാണിത്. പെട്ടെന്ന് ഞാൻ ചിന്തിക്കുവാൻ തുടങ്ങി, ഞാനിപ്പോൾ കുമ്പിടുവാൻ പോകുന്നത് കുരിശിനെയാണല്ലോ, അതാണോ ബിംബം? അതിൽ നിന്ന് പിന്മാറുവാൻ ദൈവം എന്നെ ഓർപ്പിക്കുന്നതാണോ? അങ്ങനെ ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ആ കുരിശിനെ കുമ്പിടാതെ ലൈനിൽ നിന്ന് പുറത്തിറങ്ങുവാൻ ഇടയായി. എന്നാൽ സ്ഥിരമായി പള്ളിയിൽ പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾക്ക് വേണ്ടി സഹോദരിമാർ ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ മൂത്ത സിസ്റ്റർ ഇൻ ലോ പെന്തക്കോസ്ത് വിശ്വാസത്തിലാണ്. ആ സഹോദരങ്ങളും കൂടെ പ്രാർത്ഥിച്ചിരുന്ന വേളയിൽ സഹോദരിക്ക് ഒരു ദൂത് ലഭിച്ചു. നിൻ്റെ സഹോദരന്മാരിൽ ഒരാൾ നിന്നോടൊപ്പം മുട്ടുമടക്കും. അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നിട്ട് അവർ ദൈവത്തെ കാണും. ആ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞത് ഒരു ഈശാന മൂലൻ അവരുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുവാൻ പോകുന്നു, അത് നിമിത്തം അവർ ദൈവഭാഗത്തേക്ക് വരും എന്നായിരുന്നു. ഈ സഹോദരി ഈ ദൂത് ഞങ്ങളോട് പറഞ്ഞപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. എന്നാൽ അതിൻ്റെ അടുത്ത വർഷമായിരുന്നു കുവൈറ്റ് വാർ നടന്നത്. ബഹ്റൈനിലും US ബേസ് ഉള്ളതിനാൽ കുടുംബത്തെ നാട്ടിലയക്കുവാൻ ഹസ്ബൻഡിൻ്റെ കമ്പനിയിൽ നിന്ന് പറഞ്ഞതനുസരിച്ച് ഞാനും മക്കളും കൂടെ നാട്ടിലേക്ക് ഒരു വർഷത്തെ TR അടിച്ച് നാട്ടിലേക്ക് പോകുവാനിടയായി.
1 വർഷം കഴിഞ്ഞു. യുദ്ധമെല്ലാം മാറി അന്തരീക്ഷം ശാന്തമായപ്പോൾ ഞങ്ങൾ ബഹ്റിനിലേക്ക് പോകുവാൻ തയ്യാറായി. അതിന് 2 ദിവസം മുമ്പേ എൻ്റെ ഹസ്ബൻഡിന് മെഡിക്കൽ ഉണ്ടായിരുന്നു. അതായത് കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാൻ എവരി ഇയർ മെഡിക്കലുണ്ട്. അങ്ങനെ ആ മെഡിക്കൽ ചെയ്ത വേളയിൽ അതിൻ്റെ റിപ്പോർട്ട് കിട്ടുന്നത് ഞാൻ പ്ലെയിനിൽ കയറുന്ന ആ ദിവസമാണ്. അന്ന് രാവിലെ അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയത് മെഡിക്കലി അൺഫിറ്റ് എന്നായിരുന്നു. കാരണം ഒരു മൈൽഡായിട്ട് TB ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. അതിനാൽ മെഡിക്കലി അൺഫിറ്റ് എന്ന റിപ്പോർട്ട് വന്നതിനാൽ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാൻ കഴിയുകയില്ല. ഒരാഴ്ച കൊണ്ട് ഡിപ്പോർട്ട് ചെയ്ത് നാട്ടിലേക്ക് പോകേണ്ട ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത്. ആ സമയത്താണ് ഞാൻ അവിടെ ചെന്നിറങ്ങുന്നത്. എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരു സ്റ്റേജിലായിരുന്നു. ഇതറിഞ്ഞപ്പോൾ എൻ്റെ മൂത്ത സിസ്റ്ററിൽ അന്ന് നാട്ടിലായിരുന്നു, അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഒരു കസിൻ സിസ്റ്റർ പെന്തക്കോസ്ത് വിശ്വാസത്തിലുണ്ട്. ആ സഹോദരി അവരുടെ പാസ്റ്ററേയും കൊണ്ട് ഞങ്ങളുടെ ഭവനത്തിൽ വന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പാസ്റ്റർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു, കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്, സംശയമുണ്ടെങ്കിൽ ഇവിടെ അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇനി കമ്പനിയുടെ റിപ്പോർട്ട് നമുക്ക് മാറ്റാൻ കഴിയില്ലല്ലോ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ദൈവം തന്ന രോഗസൗഖ്യം മനസ്സിലാകേണ്ടതിന് അതൊരിക്കൽ കൂടെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ചപ്പോൾ അടുത്ത ക്ലിനിക്കിൽ ടെസ്റ്റ് ചെയ്യാൻ ബ്ലഡ് കൊടുത്തു. എന്നാൽ അതിൻ്റെ റിപ്പോർട്ട് വന്നത് എല്ലാം നില്ലെന്നാണ്. അങ്ങനെ ഒരു അസുഖമേ അതിൽ കാണിക്കുന്നില്ല. ഇത് കണ്ടപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത രോഗസൗഖ്യം ഞങ്ങൾക്ക് അനുഭവിച്ചു എന്നതിൻ്റെ സന്തോഷം ഞങ്ങൾക്കുണ്ടായി. എന്നാൽ ഞാൻ ആ ദിവസം രാത്രി ചെന്ന ദിവസം രാത്രി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു, ദൈവമേ ഇങ്ങനെ 1 വർഷം കഴിഞ്ഞിപ്പോൾ തിരിച്ചു വന്നിരിക്കുന്ന ഈ വേളയിൽ പെട്ടെന്ന് നാട്ടിലേക്ക് പോകുവാൻ തക്കവണ്ണം, ജോലി നഷ്ടപ്പെട്ട് പോകുവാൻ തക്കവണ്ണം ഈ ഉണ്ടായ പരീക്ഷണം എന്തുകൊണ്ട്, ഞങ്ങളുടെ ജീവിതത്തിലെ എന്തെങ്കിലും കുറവ് കൊണ്ടാണോ എന്ന് ഞാൻ പ്രാർത്ഥനയിൽ ചോദിക്കുവാനിടയായി. അപ്പോഴാരോ എന്നോട് സ്നാനത്തിന് സമർപ്പിക്കുക എന്ന് നിർബന്ധിക്കുന്ന ഒരു ശബ്ദവും ഞാൻ ഉള്ളിൽ കേൾക്കുന്നുണ്ട്. എന്നാൽ ഞാനത് ആരോടും പുറത്ത് പറഞ്ഞിരുന്നില്ല. എന്നാൽ ഇങ്ങനെ ഒരു അത്ഭുത രോഗസൗഖ്യം പ്രാപിച്ചപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് സ്നാനപ്പെട്ടിട്ട് നാട്ടിലേക്ക് പോകാം. ഏതായാലും നാട്ടിൽ ചെന്നാൽ ആരും അതിന് സപ്പോർട്ട് ചെയ്യുകയില്ല. ദൈവത്തിൻ്റെ അത്ഭുത രോഗസൗഖ്യം കണ്ടതാണല്ലോ, കർത്താവിൻ്റെ കൽപ്പനയാവുന്ന സ്നാനം സ്വീകരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് അതിന് സമ്മതം മൂളി. കാരണം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതുകൊണ്ട് പിന്നെ എതിർത്തൊന്നും പറയുവാൻ നിന്നില്ല. അങ്ങനെ ഈ വിഷയം ഞങ്ങളുടെ കസിൻ സിസ്റ്ററോട് പറഞ്ഞു. അവർ പാസ്റ്ററോട് അത് അറിയിച്ച് ഞങ്ങളെ അതിന് സമ്മതിച്ചു. ഞങ്ങളൊരു നിബന്ധനകൾ വെച്ചിരുന്നു, ഇതിന് വേറെ ആരും, ഞങ്ങളുടെ കുടുംബക്കാരും ഈ സ്നാനത്തെക്കുറിച്ച് അറിയരുത്, ഞങ്ങളായിരിക്കുന്ന യാക്കോബായ സഭയിൽ ആരും അറിയരുത്, ഇതുകൊണ്ട് ഞങ്ങൾക്കിത് രഹസ്യമായി ചെയ്യണമെന്ന് പറഞ്ഞതിനാൽ പാസ്റ്റർ അതിന് അനുവദിച്ചു. അങ്ങനെ പാസ്റ്ററും കുടുംബവും ഞങ്ങൾക്ക് ഞങ്ങളുടെ കസിൻ സിസ്റ്ററും കുടുംബവും മാത്രം സാക്ഷ്യം നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ സ്നാനപ്പെട്ടത്. എന്നാൽ പെട്ടെന്ന് സ്നാനക്കുളത്തിൽ നിന്നപ്പോൾ എനിക്കൊരു മാനസിക സംഘർഷമുണ്ടായി. നാട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്തിനാ സ്നാനപ്പെട്ടതെന്ന് ഓരോരുത്തർ ചോദിക്കുമ്പോൾ എന്തു മറുപടി കൊടുക്കും? അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ സ്നാനം സത്യമാണെന്ന് എനിക്കൊരിക്കൽ കൂടെ വിശ്വസിക്കാനും മറ്റുള്ളവരെ പറഞ്ഞു വിശ്വസിപ്പിക്കുവാനുമായി ഒരടയാളം ഞാൻ ചോദിക്കുകയാണ്. ഞങ്ങൾ തിരിച്ച് ഈ ദേശത്ത് നിന്ന് തിരിച്ച് ഈ ജോലിയിൽ പ്രവേശിക്കുവാൻ ഇടയാകണം. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു പീസ് ഉണ്ടായി. ഇത് ദൈവത്താൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ, എന്നാൽ എന്തോ നടക്കാൻ പോകുന്നു എന്നുള്ളൊരു പീസും എനിക്കുണ്ടായി. അത് എങ്ങനെയാണ് സംഭവിക്കാനെന്നൊന്നും അന്നേരം അറിയില്ല, എന്നാലൊരു സമാധാനമുണ്ടായി. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചല്ലോ എന്നുള്ള ഒരു സന്തോഷവും ഞങ്ങൾക്കുണ്ടായി. എന്നാൽ ഈ സാക്ഷ്യം കർത്താവ്, ഈ ഒരു അടയാളം എൻ്റെ കർത്താവിൻ്റെ ജീവിതത്തിൽ സാധ്യമാക്കി തന്നത് എങ്ങനെ എന്നത് ആണ് അടുത്ത എപ്പിസോഡ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഈ ദൈവത്തിൻ്റെ സാക്ഷ്യം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും അടുത്ത എപ്പിസോഡും കേൾക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. God bless you. Amen.